മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരികയാണ്. നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനമാണ് നടന്നത്. ആ നയപ്രഖ്യാപനത്തിൽ ചില ഭാഗങ്ങൾ ഗവർണർ വിട്ടുകളഞ്ഞു. ഇതോടുകൂടി ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നു. നയപ്രഖ്യാപനത്തിൽ ഗവർണർ മാറ്റം വരുത്തി. 12, 15, 16 ഖണ്ഡികൾ ഗവർണർ വായിക്കാതെ ഒഴിവാക്കി. സർക്കാരിൻ്റെ പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഗവർണർ ഒഴിവാക്കിയ ഭാഗം മുഖ്യമന്ത്രി സഭയിൽ വായിച്ചു. ഗവർണർ ഒഴിവാക്കിയ ഭാഗങ്ങൾ സഭ അംഗീകരിച്ചു എന്നതാണ് ഇവിടെ സംഭവിച്ചത്. ബഹുമാനപ്പെട്ട ഗവർണർ സഭയെ അഭിസംബോധന നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചില കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും വരുത്തിയിട്ടുള്ളത് അംഗങ്ങളുടെയും ചെയറിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12, 15, 16 എന്നിവയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഭരണഘടനയുടെ അന്തസ്സത്തക്കും സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും അനുസൃതമായി മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് നിലനിൽക്കുന്നത്. അനുച്ഛേദം 176 പ്രകാരം ബഹുമാനപ്പെട്ട ഗവർണർ ഒരു വർഷത്തിലെ ആദ്യത്തെ സമ്മേളനം ചേരുമ്പോൾ നിയമസഭയെ അഭിസംബോധന ചെയ്യാറുണ്ട്. ഗവൺമെന്റ് നയപ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട ഗവർണർ സഭയിൽ നടത്തുന്നത് എന്നതിനാൽ മന്ത്രിസഭ അംഗീകരിച്ച 12, 15, 16 ഖണ്ഡികകൾ അതേപടി നിലനിൽക്കുന്നതാണ്. ഇക്കാര്യം സംബന്ധിച്ച് ചെയറിൽ നിന്നും നിരവധി തവണ റൂളിങ്ങുകളും ഉണ്ടായിട്ടുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12-ലെ ആദ്യ വാചകം ഇപ്രകാരമാണ്: കോട്ട്, ഇത്തരം സാമൂഹ്യവും സ്ഥാപനപരവുമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ധനകാര്യ ഫെഡറലിസത്തിന്റെ ഭരണഘടനാപരമായ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ തുടർച്ചയായ പ്രതികൂല നടപടികളുടെ ഫലമായി കേരളം ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 15-ലെ അവസാന 2 വാചകങ്ങൾ ഇപ്രകാരമാണ്: സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ്. ഈ വിഷയങ്ങളിൽ എൻ്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ ഒരു ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിരിക്കുകയുമാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 16-ലെ അവസാന വാചകം ഇപ്രകാരമാണ്: നികുതി വിഹിതവും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുകളും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളാകുന്നതും ഔദാര്യമല്ലാത്തതും ഈ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ഏതൊരു സമ്മർദ്ദവും ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതുമാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം അതേ രീതിയിൽ വായിച്ചു. എന്നാൽ ഈ വാചകത്തിനൊപ്പം ഉദ്ധരണി എൻ്റെ സർക്കാർ കരുതുന്നു, ഉദ്ധരണി അവസാനിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഗവർണർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് ആധികാരികമായ നയപ്രഖ്യാപന പ്രസംഗമായി അംഗീകരിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. യെസ്, എന്തായാലും വി അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കുറേ വർഷങ്ങളായി തുടങ്ങിയതാണ്. ഇത്തവണയും അത് ആവർത്തിക്കുന്നു. കേന്ദ്ര സർക്കാർ വിമർശന ഭാഗങ്ങൾ ഒഴിവാക്കുന്നു. അരുണ്, ഈ വിഷയത്തിൽ പ്രതിപക്ഷം എന്തെങ്കിലും സഭയിൽ സംസാരിച്ചിട്ടുണ്ടോ? ഒപ്പം ഒഴിവാക്കിയ ഭാഗങ്ങൾ അതിൽ എത്ര കണ്ട് കേന്ദ്ര വിമർശനമാണ് ഉൾക്കൊള്ളിച്ചിരുന്നത്? അസാധാരണമായ സംഭവമാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായത്. കേന്ദ്ര സർക്കാരിന്റെ വിമർശനങ്ങൾ നയപ്രഖ്യാപന പ്രസംഗം മന്ത്രിസഭ ഗവർണറുടെ ഓഫീസിൽ കൈമാറിയപ്പോൾ തന്നെ അത് മാറ്റണമെന്ന് ഗവർണർ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷെ സർക്കാർ അത് അംഗീകരിക്കാതെ വീണ്ടും അതേ പ്രസംഗം അയച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു, ഗവർണർ എങ്ങനെയാകും ഇതിനെ കൈകാര്യം ചെയ്യുക. സർക്കാർ
കേന്ദ്ര വിമർശനങ്ങൾ ഒഴിവാക്കി വായിക്കുമോ അല്ലെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ എതിർപ്പ് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് പോകുമെന്ന കാര്യത്തിലായിരുന്നു ഒരു അനിശ്ചിതത്വമുണ്ടായിരുന്നു. പക്ഷേ ഗവർണർ ചില ഭാഗങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നടപടികളുടെ ഭാഗമായി സംസ്ഥാനത്തിലെ സാമ്പത്തിക നീക്കമൊക്കെ ഗവർണർ വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര വിമർശനങ്ങൾ ഗവർണർ വായിച്ചു എന്നൊരു തോന്നലാണ് ഉണ്ടായത്. പക്ഷേ ഗവർണറെ യാത്രയാക്കിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിലേക്ക് തിരിച്ചു വന്നു. സാധാരണഗതിയിൽ അപ്പോൾ ഉള്ള നടപടികൾ ബാക്കിയുള്ളത് ഈ പ്രസംഗത്തിന്റെ കോപ്പി MLA-മാർക്ക് നൽകുക, മാധ്യമങ്ങൾ നൽകുക എന്ന സ്പീക്കറുടെ അറിയിപ്പ് മാത്രം. പക്ഷേ അത് വിപരീതമായി മുഖ്യമന്ത്രി സംസാരിക്കാൻ എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു 3 കാര്യങ്ങളാണ്. രണ്ടിടത്ത് ഗവർണർ ഒഴിവാക്കൽ നടത്തി, ഒന്ന് കൂട്ടിച്ചേർത്തു. ഇത് ഭരണഘടനാപരവും അതുപോലെ തന്നെ ഭരണഘടന അനുശാസിക്കുന്നതും നിയമസഭയുടെ കീഴ്വഴക്കങ്ങൾക്കും വിരുദ്ധമാണ്. മന്ത്രിസഭ അംഗീകരിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം. അതുകൊണ്ട് അത് മാത്രമേ നിലനിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ വിട്ട ഭാഗം മുഖ്യമന്ത്രി വായിച്ചത്. അത് 12ാം ഖണ്ഡിക ഇപ്രകാരമാണ്: ഇത്തരം സാമൂഹികവും സ്ഥാപനപരവുമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ധനകാര്യ ഫെഡറലിസത്തിന്റെ ഭരണഘടനാപരമായ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന യൂണിയൻ ഗവൺമെന്റ് തുടർച്ചയായ പ്രതികൂല നടപടികളുടെ ഭാഗമായി കേരളം ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ഭാഗം ഗവർണർ വിട്ടു. അതിന് പിന്നാലെയുള്ള 2026 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ സംസ്ഥാനത്തിന് ചെലവ് സംബന്ധമായ ബാധ്യതകൾ നിറവേറ്റുന്നതിന് ഏകദേശം 12,000 കോടി രൂപ ലഭിക്കേണ്ടത് തുടങ്ങിയ ഭാഗങ്ങൾ ഗവർണർ വായിക്കുകയും ചെയ്തു. അതും കേന്ദ്രത്തിന്റെ സാമ്പത്തിക വെട്ടിക്കുറയ്ക്കലുകൾ കടുത്ത സമ്മർദ്ദ സംസ്ഥ സൃഷ്ടിച്ചിരിക്കുന്ന വിമർശനമൊക്കെ ആ ഭാഗത്തുണ്ട്. ഗവർണർ അത് വായിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആദ്യ ഭാഗം 12ാം ഖണ്ഡികയിൽ ഒഴിവാക്കി. പിന്നീട് 15ാം ഖണ്ഡികയിലും അതിന് തുടക്കപ്രകാരമാണ് ഈ സാമ്പത്തിക നീക്കം ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമ പദ്ധതികൾ, കൃഷി, തൊഴിൽ എന്നിവയ്ക്കാണ് ചെലവുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്നു. അധികാരങ്ങളുടെ അമിതമായ കേന്ദ്രീകരണത്തെക്കുറിച്ചും സംസ്ഥാനത്തിന്റെ അധികാര പരിധിയുള്ള വിഷയങ്ങളിൽ യൂണിയന്റെ ഇടപെടൽ വർദ്ധിക്കുന്നതിനെ കുറിച്ചും കേരളം ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഗവർണർ അതിനുശേഷമുള്ള സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ്. ഈ വിഷയങ്ങളിൽ എന്റെ സർക്കാർ സുപ്രീം കോടതി സമീപിക്കുകയും അവ ഒരു ഭരണഘടനാ ബെഞ്ചിൽ റഫർ ചെയ്തിരിക്കുകയുമാണെന്ന ഭാഗം ഒഴിവാക്കുക. അതായത് ഗവർണർക്കെതിരെ ആയ കൂടി വിമർശനമാണ്. ഗവർണറാണ് ബില്ലുകൾ പിടിച്ചുവെക്കുന്നത്. അതിനുള്ള വിമർശനം സർക്കാർ ഈ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഗവർണർ അത് വിഴുങ്ങുകയായിരുന്നു. അത് വായിക്കാൻ ഗവർണർ തയ്യാറായില്ല. 16ാം ഖണ്ഡികയിൽ ജനസംഖ്യാ നിയന്ത്രണം ഉൾപ്പെടെയുള്ള സാമൂഹികവും ജനസംഖ്യാപരവുമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും കേരളത്തിലുള്ള നികുതി വിഹിതം 10ാം ധനകാര്യ കമ്മീഷൻ കാലയളവിലെ 3.87% നിന്ന് 15ാം ധനകാര്യ കമ്മീഷൻ കാലയളവിൽ 1.92% ക്രമാനുഗതമായി കുറച്ചിട്ടുണ്ട് എന്ന് തുടങ്ങുന്ന ഭാഗം, ആ പാരഗ്രാഫ് അദ്ദേഹം മുഴുവനായി വായിച്ചു. അതിന്റെ അവസാനം ഇപ്രകാരമാണ്: സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളാകുന്നതും ഔദാര്യമല്ലാത്തതും ഈ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മേലുള്ള യാതൊരു സമ്മർദ്ദവും ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതുമാണ്. അതും അദ്ദേഹം വായിച്ചു. എന്നിട്ട് ഒരു വാചകം അദ്ദേഹം കൂട്ടിച്ചേർത്തത് എന്റെ സർക്കാർ കരുതുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് എന്റെ സർക്കാർ കരുതുന്നു. ഇത്രയും കാര്യം വായിക്കുമ്പോൾ സ്വാഭാവികമായത് കേന്ദ്രത്തിനെതിരെ ഗവർണറുടെ വിമർശനമായി വ്യാഖ്യാനിക്കപ്പെടാം. പക്ഷേ അവിടെ അദ്ദേഹം ഒരു വരി ചേർത്തത് എന്റെ സർക്കാർ കരുതുന്നു എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളാണ് സർക്കാർ അച്ചടിച്ചു നൽകിയ, മന്ത്രിസഭ അംഗീകരിച്ച് സർക്കാർ അച്ചടിച്ചു നൽകിയ നയപ്രഖ്യാപന പ്രസംഗത്തിന് മാറ്റം വരുത്തി ഗവർണർ ഒഴിവാക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്ത് ഇത് അനുവദിക്കാനാകില്ല നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ നേരത്തെ മന്ത്രിസഭ അംഗീകരിച്ച് ഗവർണർക്ക് നൽകിയ, പിന്നീട് അച്ചടിച്ച് അംഗങ്ങൾക്ക് നൽകിയ നയപ്രഖ്യാപന പ്രസംഗം അതേപടി അംഗീകരിക്കണമെന്ന ആവശ്യമാണ് മുഖ്യമന്ത്രി സഭയിൽ മുന്നോട്ട് വച്ചത്. അത് സ്പീക്കർ അത് അംഗീകരിക്കുകയും ചെയ്തു. ആ നയപ്രഖ്യാപന പ്രസംഗം, സർക്കാർ അച്ചടിച്ച് നൽകിയ ഈ നയപ്രഖ്യാപന പ്രസംഗം അതേപടി അംഗീകരിക്കുന്നു തന്നെയാണ് സ്പീക്കറും വ്യക്തമാക്കിയത്. അല്ലാത്തത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ കീഴ്വഴക്കങ്ങളുണ്ട്. നേരത്തെയും സമാനമായ സംഭവവികാസ സഭ ഉണ്ടായപ്പോൾ അന്നത്തെ സ്പീക്കർമാർ റൂൾ നൽകിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ അതേപടി പാലിച്ചു മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ആവശ്യം സ്പീക്കർ അംഗീകരിക്കുകയായിരുന്നു. ഗവർണർ വായിക്കാതെ വിട്ടത് കൂട്ടിച്ചേർത്തു. ഗവർണർ കൂട്ടിച്ചേർത്ത ഒരു വരി ഒഴിവാക്കിയുമാണ് നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് സഭയിൽ അവതരിപ്പിച്ചത്. അത് സഭ അംഗീകരിച്ചത്. ഏതായാലും പ്രതിപക്ഷം ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ വാർത്താ സമ്മേളനം നിയമസഭയുടെ മീഡിയ ഹാൾ തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ പ്രതികരണം അവിടെ വന്നേക്കും. പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കും. ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തെ പൂർണ്ണമായും വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ കാര്യങ്ങളിലുള്ളത്. പൂർണ്ണമായും സർക്കാരിന്റെ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് ഗവർണർ വിമർശിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണവും ഈ വിഷയത്തിൽ വന്നത്. നയപ്രഖ്യാപനത്തെ വിമർശിക്കുമ്പോഴും സ്വന്തമായുള്ള കാര്യങ്ങൾ പറയാനുള്ളതല്ല നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണറെ വിമർശിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയ്തത്.
ഭരണഘടനാപരമായ ലംഘനമാണെന്ന് സഭയിൽ നടന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല. സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോൾ ഗവർണർമാർ ഏറ്റുമുട്ടുണ്ടാകും. അതൊരു നാടകമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരും ഗവർണറുമായുള്ള ബന്ധത്തെയും പ്രതിപക്ഷം അതുപോലെ ചോദ്യം ചെയ്യുന്നു. അപ്പോഴും ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയെന്ന് തന്നെ പ്രതിപക്ഷവും വ്യക്തമാക്കുകയാണ്. സജിത്ത്, അരുൺ, ഒരു കാര്യം കൂടി, ഈ സാധാരണ രീതിയിൽ ഗവർണർ ഇത് എതിർക്കുമെന്ന് സർക്കാരിന് മുൻകൂട്ടി അറിയാമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു വിശദീകരണം, മുൻകാലങ്ങളിലും ഈ സമാന സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു വിശദീകരണം നൽകിയില്ല. ഇത്തവണ സഭാ സമ്മേളനം സർക്കാരിൻ്റെ അവസാനത്തെ സഭാ സമ്മേളനമാണ്. അതുകൊണ്ട് നിയമസഭയിലെ ഓരോ നീക്കങ്ങൾക്ക് പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നീക്കങ്ങളിലും ഉണ്ടായിരുന്നു. അരുൺ, സർക്കാരിന് മുന്നിൽ മറ്റു വഴികളില്ല. കാരണം BJPയുമായി ഡീലാണ് CPM-ഉം സർക്കാരും എന്ന ആരോപണമാണ് പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നത്. അങ്ങനെയല്ല, BJPയെ സംഘപരിവാർ നയങ്ങളെ തുറന്ന് എതിർക്കുന്നവരാണ് ഞങ്ങളുടെ അത്ര ആത്മാർത്ഥത മറ്റാർക്കുമില്ല എന്ന ഒരു അവകാശവാദമാണ് CPM-ഉം ഇടതുമുന്നണിയും എപ്പോഴും ഉയർത്തിക്കാട്ടുന്നത്. മാത്രമല്ല, ഗവർണറുമായും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുകയാണ് മുഖ്യമന്ത്രി എന്ന വിമർശനം എപ്പോഴും പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ്. ആ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ നൽകിയ നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്ര വിരുദ്ധ പരാമർശങ്ങൾ ഗവർണർ ഒഴിവാക്കുകയും അത് അതേപടി സംസ്ഥാനം മിണ്ടാതെ സർക്കാർ അംഗീകരിക്കുകയും ചെയ്താണ് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറിയതിനെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നീക്കം മുഖ്യമന്ത്രി നടത്തിയത്. അസാധാരണമായി തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ വിഷയത്തിൽ ഉണ്ടാവുകയും നേരത്തെ തന്നെ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഗവർണർ ഓഫീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഗവർണർ പോയ ഉടൻ അത്തരം കാര്യങ്ങൾ നോട്ട് ചെയ്ത് മുഖ്യമന്ത്രി അതിൻ്റെ മറുപടിയായി പറഞ്ഞത്. അത്തരം കീഴ്വഴക്കങ്ങൾ അംഗീകരിക്കാനാകില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനയുടെ അനുച്ഛേദമനുസരിച്ച് സംസ്ഥാന സർക്കാർ പറയുന്ന ഭരണഘടന അനുസരിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രസംഗം, മന്ത്രിസഭ അംഗീകരിച്ച് നൽകിയ പ്രസംഗം അതേപടി വായിക്കുകയാണ് ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം. അതിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ല, കൂട്ടിച്ചേർക്കാനും അനുവദിക്കില്ല എന്ന അസന്ദിഗ്ധമായി മുഖ്യമന്ത്രി വ്യക്തമാക്കുകയായിരുന്നു. അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് ഗവർണറുമായി ചേർന്ന് പോകുമെന്ന് പറയുമ്പോൾ അത് ഭരണപരമായ കാര്യങ്ങളിൽ യോജിക്കുമ്പോഴും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അവകാശങ്ങളെ, നിയമസഭയുടെ അധികാരങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഒരു നടപടിക്കും കൂടെ നിൽക്കില്ല എന്ന രാഷ്ട്രീയ പ്രഖ്യാപനമായി കൂടിയായി മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഈ ഇടപെടലിനെ കാണേണ്ടതുണ്ട്. അതാണ് അരുൺ സൂചിപ്പിച്ചതാണ് സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. ഇപ്പോൾ നിയമസഭയിൽ ഇക്കാര്യത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി നമുക്ക് വേഗത്തിലുണ്ട്. ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞതനുസരിച്ച് 100 കണക്കിന് കോടി രൂപയുടെ ഈ അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത് സംഘമൊക്കെ ബന്ധമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് വലിയ ഇന്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉള്ള കേസാണ്. അവരന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കണ്ടെത്തട്ടെ. എങ്ങനെ? അല്ലല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അതായത് ആർട്ടിക്കിൾ 175, 76, 176 അനുസരിച്ചിട്ടാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. അത് ക്യാബിനറ്റ് തയ്യാറാക്കി കൊടുക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടത്. പ്രതിപക്ഷ നേതാവാണ് നിയമസഭയിൽ പ്രതികരിച്ചത്. അരുൺ, നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെ അജണ്ടകളിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന പല വിഷയങ്ങളും കടന്നു വരുമല്ലോ. അപ്പോൾ എന്തായാലും ഗവർണർ വിഷയത്തിൽ പ്രതിപക്ഷവും വളരെ ജാഗ്രതയിലാണെന്ന് കരുതാം. കാരണം ഒരേ സമയം ഗവർണറെ എതിർക്കണം, സംസ്ഥാന സർക്കാരിനെയും എതിർക്കണം. അതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അതേസമയം സർക്കാരും BJPക്കെതിരായ നീക്കങ്ങളും ഗവർണർക്കെതിരായ നീക്കങ്ങളും ഈ തെരഞ്ഞെടുപ്പ് അജണ്ട കൂടി മുൻനിർത്തി നടക്കുന്നു. വരും ദിവസങ്ങളിലെ അജണ്ടകളിലേക്ക് വിവാദ വിഷയങ്ങൾ എങ്ങനെ കടന്നു വരാൻ സാധ്യതയുണ്ട്? സഭയുടെ ഏതെങ്കിലും അജണ്ടകളുടെ ഭാഗമായി ശബരിമല അടക്കമുള്ള വിവാദ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും ഈ സഭാ സമ്മേളനം ചർച്ചയാകും. ഇപ്പോഴില്ലെങ്കിൽ പിന്നീട് എപ്പോഴെന്ന ചോദ്യമാണ് പ്രതിപക്ഷത്തിനും സർക്കാരിന് മുമ്പിലുള്ളത്. കാരണം അവരുടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എല്ലാ കാര്യങ്ങളും, സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും സർക്കാരിൻ്റെ നിലപാടുകളും പ്രതിപക്ഷത്തിൻ്റെ സർക്കാരിനെതിരായ ആരോപണങ്ങളും കുറ്റപത്രവും ഒക്കെ അവതരിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വേദിയാണ്. അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ, സാമുദായിക നേതാക്കളുടെ ഇപ്പോഴത്തെ ഐക്യപ്പെടൽ, അത് SNDP NSS ഐക്യം, അത് ആർക്ക് ഗുണം ചെയ്യും, ആരുടെ നീക്കമാണത്, മന്ത്രി സജി ചെറിയാൻ്റെ പരാമർശങ്ങൾ, ന്യൂനപക്ഷവിരുദ്ധ പ്രസ്താവനകൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് ഇടതുപക്ഷമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം, ന്യൂനപക്ഷങ്ങൾ എപ്പോഴും ചേർത്ത് പിടിക്കുന്നവരാണ് തങ്ങളെന്ന CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ അവകാശവാദം തുടങ്ങി സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഈ സഭാ സമ്മേളനം ചർച്ചയാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അയോഗ്യനാക്കാനുള്ള നടപടികളുടെ തുടക്കവും ഈ സഭാ സമ്മേളനത്തിലുണ്ടാകും. ഒരുപക്ഷേ ഈ സഭാ സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അല്ലാതായി മാറിയാലും അത്ഭുതപ്പെടാനില്ല. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഉയർന്നു വരുമെന്ന് ഉറപ്പാണ്. തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഇരു മുന്നണികളുടെയും അവരുടെ
അവരുടെ പോരാട്ടങ്ങളുടെ ഏറ്റവും ശക്തമായ തീവ്രമായ ഇടപെടൽ ഈ സഭാ സമ്മേളനത്തിൽ കാണാൻ കഴിയുമെന്ന് ഉറപ്പാണ്. ഇവിടെ നേരെ മുന്നണികൾ പോകുന്നത് തെരഞ്ഞെടുപ്പ് ഗോദയിലേക്കാകും, അക്ഷരാർത്ഥ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്കാകും. ഈ സഭാ സമ്മേളനം 32 ദിവസമാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് 26 വരെ നീളുന്ന വലിയൊരു സെഷൻ, പക്ഷേ അത്രയും നീണ്ടുപോകാനിടയില്ല. കാരണം ഫെബ്രുവരി അവസാന ആഴ്ചയെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. മാർച്ച് 2ാം വാരത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും വരും. അതുകൊണ്ട് തന്നെ ഈ ഫെബ്രുവരി അടുത്ത മാസം അവസാനത്തോടുകൂടി സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി നേരിട്ട് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആയുധങ്ങളും, എല്ലാ ആരോപണങ്ങളും, എല്ലാ ശക്തിയും എടുത്തുകൊണ്ടുള്ള ഒരു പോരാട്ടം നിയമസഭയിൽ ഇടത് വലത് മുന്നിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് ഉറപ്പാണ്. യെസ്, അതാണ് നിയമസഭയും സംസ്ഥാന രാഷ്ട്രീയവും ഒരു സസ്പെൻസിൻ്റെ വക്കിലാണ്. തെരഞ്ഞെടുപ്പ് പോരിനൊരുങ്ങുകയാണ്. അങ്ങനെ ഈ സർക്കാരിൻ്റെ അവസാനത്തെ സഭാ സമ്മേളനം, നിയമസഭാ സമ്മേളനമാണ്, ബജറ്റ് അവതരണമാണ് വരുന്നത്. അങ്ങനെ നാടകീയ നിമിഷങ്ങളും നിർണായക നീക്കങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാവേണ്ട ദിവസങ്ങളാണ് വരും ദിവസങ്ങൾ എന്നതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.